അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ ഈ ഫോട്ടോയിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ. ഇത് ഒരാളുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് 6 മറ്റേ ആളുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അത് 9. ഇവരുടെ ഇടയിൽ ഭയങ്കര തർക്കമാണ്. ഒരാൾ പറയും 6, മറ്റേ ആൾ പറയും 9. ഇതാണ് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എഴുതിയ അറബി വായിച്ചു നോക്കൂ നിങ്ങൾ. ലൈസലി മുജറദി അന്നക അലാ സവാബിൻ അൻ അകൂന അലാ ഖത്ഇൻ. നീ പറയുന്നത് സത്യമാണ് എന്നതുകൊണ്ട് ഞാൻ പറയുന്നത് തെറ്റാവൂല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഫഅൻത ലം തറ അൽ ഹയാത മിൻ സാവിയത്തി. നീ എൻ്റെ ഭാഗത്ത് നിന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇതാണ് രണ്ടാൾ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും സംഭവിക്കുന്നത് ഇതാണ്. ഒരാൾ ഈ ഭാഗത്തുള്ളവൻ അവൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലൂടെ മാത്രമാണ് സംസാരിക്കുക. മറ്റേ ആളുടെ ഭാഗത്ത് ഞാൻ നിന്നാൽ അതിനെ അവൻ ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുക എന്നൊന്ന് ചിന്തിച്ചാൽ പല പ്രശ്നങ്ങളും അവിടെ പരിഹരിക്കും. വീട്ടിലായാലും നാട്ടിലായാലും സുഹൃത്തുക്കളിലായാലും പാർട്ണർമാരിലായാലും ഏത് ക്ലാസ്മേറ്റ്സുകളുടെ കൂട്ടത്തിലാണെങ്കിലൊക്കെ ഇതാണ് പ്രശ്നം. നമ്മൾ മറ്റവൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും പൂർണ്ണ വിശ്വാസിയാകൂല, ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി. നിനക്ക് ഇഷ്ടപ്പെടുന്നത് നിൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും പരിപൂർണ വിശ്വാസിയാകൂല. എനിക്ക് നല്ല വീട് ഇഷ്ടമാണ്, എനിക്കൊരു നല്ല വാഹനം കിട്ടിയാൽ അതും ഇഷ്ടമാണ്. അതുപോലെ അത്തരം കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണെങ്കിൽ അത് എൻ്റെ സഹോദരനും ഉണ്ടാവണമെന്നത് ഇഷ്ടപ്പെടണം. അപ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയാവൂ എന്നാണ് മുത്തുനബി പറയുന്നത്. അയൽവാസികളൊക്കെ പരസ്പരം തർക്കമുണ്ടാകുന്ന ഒരു വിഷയം അസൂയയാണ്. എന്താണ് അവിടെ ഉണ്ടാവുന്നത് എനിക്കിഷ്ടപ്പെടില്ല, അപ്പം ഞാൻ അതിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ അപ്പം എൻ്റെ മനസ്സിനോട് ഞാൻ പറയണം വിശ്വാസിയാകൂല. വിശ്വാസിയാവണമെങ്കിൽ അവനിക്ക് എന്തനുഗ്രഹം കിട്ടിയാലും അതെൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ എനിക്കിഷ്ടമാണോ, എന്നാൽ ഞാനത് അവനിക്കും ഇഷ്ടപ്പെട്ട് കൊടുക്കണം. ഇതാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ പാഠം. അതുകൊണ്ട് ഈ ചിത്രം നമുക്ക് വലിയ പാഠം നൽകുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.